ഇന്നത്തെ ഏറ്റവും പുതിയ നേരിന്റെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് കേരള ബോക്സ് ഓഫീസിൽ വെറും 17 ദിവസങ്ങൾ കൊണ്ട് വമ്പൻ കളക്ഷൻ ആണല്ലോ നേരിടുത്തത്. 42,60,00,000 ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ട സിനിമ ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ എല്ലാ ഭാഷകളിൽ നിന്നായിട്ട് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടുത്ത സിനിമകളുടെ പട്ടികയിൽ ടോപ്പ് 10 ലിസ്റ്റിൽ 10ാം സ്ഥാനം ഇടം നേടിയെടുത്തിരിക്കുകയാണ്. ആ 10 സിനിമകളുടെ ലിസ്റ്റിൽ ബാക്കിയുള്ള 9 സിനിമകളെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റെല്ലാം തന്നെ മാസ് എന്റർടൈനർ സിനിമകൾ, കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈനർ സിനിമകൾ, ആക്ഷൻ സിനിമകൾ, പീരീഡ് ഡ്രാമ സിനിമകളെല്ലാം തന്നെയാണ്. അവിടെയാണ് നേരിന്റെ ടോപ്പ് 10 ലിസ്റ്റിലേക്കുള്ള എൻട്രി വലിയ രീതിയിലുള്ള ഒരു മാസ് എൻട്രി ആയിട്ട് മാറുന്നത്. നേര് എന്ന സിനിമ കഴിഞ്ഞ ദിവസം 42,60,00,000 കേരള കളക്ഷൻ നേടിയെടുത്തതോടെ ടോപ്പ് 10 താഴെയുള്ള 4 സിനിമകളാണ് ഒരേ ദിവസം മറികടന്നിരിക്കുന്നത്. അതിലൊന്ന് ലാലേട്ടൻ കൂടി ഭാഗമായ നിവിൻ പോളി നായകനെ എത്തിയ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷനാണ്. 41,60,00,000 ആയിരുന്നു സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ. മറ്റൊന്ന് മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന 2023 ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ്. 41,80,00,000 ആയിരുന്നു സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. വേറെ ഒന്ന് രോമാഞ്ചം എന്ന സിനിമയായിരുന്നു. 2023 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ഫൈനൽ കേരള കളക്ഷനായ 42,20,00,000 കഴിഞ്ഞ ദിവസം നേര് മറികടന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ മറികടന്ന 4ാമത്തെ മറ്റൊരു സിനിമ അത് ലാലേട്ടന്റെ ചിത്തു ചിത്രം തന്നെയാണ്. ദൃശ്യം എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷനായ 42,50,00,000 രൂപ കൂടി നേര് കഴിഞ്ഞ ദിവസം മറികടന്നിരിക്കുകയാണ്. നിലവിൽ 42,60,00,000 എത്തപ്പെട്ട സിനിമ ഇന്നത്തെ കളക്ഷനോടെ 44 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 2023 അവസാനത്തെ പ്രധാനപ്പെട്ട സിനിമയായിട്ട് നേര് തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തപ്പോൾ ഒരു പ്രമുഖ ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു ചർച്ചയായിരുന്നു, ഇനി നേരെങ്ങാനും നമ്മുടെ കണ്ണൂർ സ്ക്വാഡിന്റെ ഫൈനൽ കളക്ഷൻ മറികടക്കുമോ എന്ന്. ഇപ്പോഴത്തെ കണ്ണൂർ സ്ക്വാഡിന്റെ കേരള കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് 82 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്നതോടെ നേര് കണ്ണൂർ സ്ക്വാഡിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഏത് ജോണറിലുള്ള സിനിമയാണെങ്കിലും ലാലേട്ടിന്റെ ഒരു സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ പിന്നെ ബോക്സ് ഓഫീസിലെ കാര്യമെല്ലാം തന്നെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു വമ്പൻ ബോക്സ് ഓഫീസ് പ്രകടനമാണ് നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഒന്നാമത്തെ ഒരു മെഗാസ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ഇന്ത്യ മുഴുവൻ കറങ്ങി ചിത്രീകരിച്ച സിനിമയുമായിട്ട് നേരിന്റെ കളക്ഷന് താരതമ്യം ചെയ്യുന്നതേ തെറ്റാണ്. അവിടെയാണ് ചില പ്രമുഖ ആരാധകർ വെല്ലുവിളികളുമായിട്ട് എത്തിയത്. ഇപ്പോഴത്തെ നേര് എന്ന സിനിമ വെറും 17 ദിവസങ്ങൾ കൊണ്ട് കണ്ണൂർ സ്ക്വാഡ് 51 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ മറികടന്നിരിക്കുകയാണ്. ഒരു മരണമാസ് പ്രകടനമാണ് നേരിൻ്റെതെന്ന് നിസ്സംശയം പറയാം. ഇനി ആ ഭീഷ്മപർവം എന്ന മമ്മൂക്കിയുടെ കരിയർ ബെസ്റ്റ് ഫൈനൽ കേരള വേൾഡ് വൈഡ് കളക്ഷനെ കൂടി മറികടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ പ്രമുഖ ആരാധകരുടെ അവസ്ഥ എന്നാണ് നാം ആലോചിക്കുന്നത്. ഇനി നാം ഉറ്റുനോക്കുന്നത് നേര് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഏതറ്റം വരെ പോയി മുട്ടും എന്നറിയാനായിട്ടാണ്. ഭീഷ്മയുടെ ഫൈനൽ കേരള കളക്ഷൻ മറികടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു നിഗമനം. അതൊരു പക്ഷേ ഈ ആഴ്ച തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ആ വാർത്ത കേൾക്കുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ നേര് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.